ഹായ്, ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ നാച്ചുറൽ ഐബ്രോസ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതില്ലാത്തവർക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. ഇത് മില ബ്യൂട്ടിയുടെ വിങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐബ്രോ ജെല്ലാണ്. നമുക്കിത് കാജലായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൊഡക്റ്റിന്റെ റിവ്യൂ നോക്കാം, അതുപോലെ തന്നെ ഐബ്രോസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതും നമുക്കിത് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിന്റെ പാക്കേജ് ഒക്കെ അടിപൊളിയാണ്. ഇതിനകത്തൊരു ബ്രഷ് കൂടി വന്നിട്ടുണ്ട്. പക്ഷെ തൽക്കാലം ഞാൻ എന്ന് യൂസ് ചെയ്യുന്ന എന്റെ ബ്രഷ് തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സാധാരണ ഞാൻ പൗഡർ ഐബ്രോസ് ആണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ജെൽ ഐബ്രോ ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിലുള്ള സാധനമാണ്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഔട്ട്ലൈൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പകുതിക്ക് വെച്ച് തുടങ്ങാവുള്ളൂ. ഒരു പകുതിക്ക് വെച്ച് തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെ ഫില്ല് ചെയ്യുക. ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഇത് ഇങ്ങനെ ഫില്ലാക്കി കൊടുക്കുക. നമ്മൾ ഐബ്രോസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് പകുതിക്ക് വെച്ചിടാതെ ഇവിടെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് അത് തീർത്തും അൺനാച്ചുറൽ ആയിട്ട് കാണുന്നത്. അപ്പം എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവും. ഇപ്പം കണ്ടില്ലേ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? ഒന്ന് ഫില്ല് ചെയ്ത ഐബ്രോ, ഒന്ന് ഫില്ല് ചെയ്യാത്തത്. രണ്ട് ഐബ്രോസ് കൂടെ ചെയ്യാം. നമ്മൾ ഹെവി ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ രണ്ട് ഐബ്രോസും ഈവൻ ആകാൻ വേണ്ടി ഐബ്രോ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളതിനെ കൺസീലർ വെച്ച് എൻഹാൻസ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോൾ ഒരു നോർമൽ ലുക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ട് ബ്രോസും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫേസിന്റെ ആക്ച്വൽ ലുക്ക് തന്നെ ഇപ്പൊ മാറിയിട്ടില്ലേ? എനിക്ക് എപ്പോഴും ഇങ്ങനെ ഐബ്രോസ് ഫില്ല് ചെയ്ത് നടക്കുന്നതാണ് ഇഷ്ടം. സത്യം പറഞ്ഞാൽ ഉറക്കത്തിൽ എണീറ്റ് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന പരിപാടികളിൽ ഒന്നാണ് ഈ ഐബ്രോസ് ഫില്ല് ചെയ്യുക എന്നുള്ളത്. പിന്നെ പ്രൊഡക്റ്റിന്റെ റിവ്യൂ. പ്രൊഡക്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായി, പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നുണ്ട്. സാധാരണ ഞാൻ ഐബ്രോ പൗഡറാണ് ഉപയോഗിക്കുന്നത്, ജെൽ അങ്ങനെ ഉപയോഗിക്കില്ല, അത് വർക്കിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഈ പ്രൊഡക്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഓക്കെ പ്രൊഡക്റ്റ് ആണ്, ഭയങ്കര വല്ല നല്ല പ്രൊഡക്റ്റ് ഒന്നുമല്ല. പക്ഷെ എന്നാലും നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്, ഡെയിലി വെയറിന് ഉപയോഗിക്കാൻ പറ്റിയതാണ്. പിന്നെ എല്ലാറ്റിലും മെച്ചമായിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ടെക്നിക്ക് മറക്കണ്ട, പകുതിക്ക് വെച്ച് ഔട്ട്ലൈൻ വരയ്ക്കുക, ഫില്ല് ചെയ്യുക, പിന്നെ അതേ ബ്രഷ് ഉപയോഗിച്ച് പ്രൊഡക്റ്റിനെ ഫ്രണ്ടിലേക്ക് സ്മഡ്ജ് ചെയ്ത് വരിക. അപ്പോൾ ഈ ലുക്ക് കിട്ടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ടിപ്സോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് ഉപകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരെ ബൈ.